നാട്ടിൽ സാമൂഹ്യ പ്രവർത്തകരെന്ന പേരിൽ നടക്കുന്ന എല്ലാവരെയും അങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. ചിലർ ചാരിറ്റിയുടെ മറവിൽ വലിയ തട്ടിപ്പുകൾ നടത്തുന്നുണ്ട്. പാലക്കാട് മുതലമട സ്വദേശിയും സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉടമയുമായ സുനിൽ ദാസിനെ ഒരു തട്ടിപ്പ് കേസിൽ പിടികൂടിയപ്പോഴാണ് അയാളുടെ തനി സ്വഭാവം നാട്ടുകാർ അറിഞ്ഞത്. കോയമ്പത്തൂരിലെ വ്യവസായിയെ കബളിപ്പിച്ച് 3 കോടി രൂപ തട്ടിയെന്ന കേസിൽ സുനിൽ ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ട്രസ്റ്റിന് റിസർവ് ബാങ്ക് 3.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും തുക പിൻവലിക്കാൻ 3 കോടി രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു തട്ടിപ്പ്. RBI പണം അനുവദിച്ചു എന്ന വ്യാജ കത്തും ഉണ്ടാക്കിയെന്ന് പരാതിയിൽ പറയുന്നു. വ്യാജരേഖ കാണിച്ച് 3 കോടി രൂപ തട്ടിയെടുത്തെന്ന പരാതിയിലാണ് സുനിൽദാസിനെ കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. മധുരയിലെ ഒളിയിടത്തിൽ നിന്നാണ് സുനിൽദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കോയമ്പത്തൂരിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായി നൽകിയ പരാതിയിലാണ് നടപടി. റിസർവ് ബാങ്കിൽ നിന്ന് 3.5 കോടി രൂപ കിട്ടുമെന്ന് വ്യാജരേഖ കാണിച്ച് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. പണം തിരിച്ചു കിട്ടാതെ വന്നതോടെയാണ് വ്യവസായി പോലീസിനെ സമീപിച്ചത്. കോയമ്പത്തൂർ കോടതിയിൽ ഹാജരാക്കിയ സുനിൽദാസിനെ റിമാൻഡ് ചെയ്തു. ഇതുപോലെ നിരവധി പേരെ ഇയാൾ കബളിപ്പിച്ചതായി പോലീസ് പറയുന്നു. 63-കാരനായ സുനിൽദാസ് മുതലമട സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് ഉടമയാണ്. നേരത്തെയും ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്.